അസ്സലാമു അലൈക്കും. റിച്ചൂസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കക്കുരു വെച്ചിട്ട് 2 സാധനങ്ങൾ ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ആ സാധനങ്ങൾ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യം എന്നൊക്കെ ഒന്ന് നോക്കി വരാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. ഈ ചക്കക്കുരിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ഇതുകൊണ്ട് ഞാനിവിടെ 2 വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വരാം. അങ്ങനെ ചക്കക്കുരു കൊണ്ട് ഞാനിവിടെ 2 സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സാധനം ചക്കക്കുരു മുളകിട്ടതാണ്. അപ്പോൾ മുളകിടാനായിട്ട് ഞാൻ ചക്കക്കുരു കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി മുളകും പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ സവാള, ഒരു തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി, ഇത്രയും നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചും വെളുത്തുള്ളിയും നല്ല ചതച്ചിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ചൊയൊക്കെ നമ്മൾ കറിയിൽ വരുള്ളൂ. നമുക്ക് ഈ തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വരാം. ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുത്ത് വരാം. അങ്ങനെ പൊരിച്ചെടുക്കാനുള്ള ചക്കക്കുരും ഞാനിതാ തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നെടുത്തിട്ട് 4 ആക്കിയിട്ട് മുറിക്കണം. നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്ത് വരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചക്കക്കുരു അപ്പോൾ നമുക്ക് പൊരിച്ചെടുക്കാനുള്ള ചക്കക്കുരു ഞാനിവിടെ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഞാനൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു പിച്ചി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഇവിടെ വെന്തിട്ടുണ്ട്. ഞാനിതാ ഈ അരിപ്പയിലേക്ക് വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കായം തേക്കാം. അപ്പോൾ കായം തേക്കാനായിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളകും പൊടി, ഞാനിവിടെ ഒരു 1.5 സ്പൂൺ മുളകും പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സ്പൂണ് അരിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയതിൻ്റെ ശേഷം നമുക്ക് നമ്മുടെ ചക്കക്കുരു ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കുക കായം. നമ്മുടെ ചക്കക്കുരു ഇവിടെ കായം തേച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് രസം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം നമ്മൾ ഒന്ന് വേവിച്ചെടുത്തത് എന്തിനാണെന്നറിയോ? അപ്പോൾ വേഗം അത് നമുക്ക് പൊരിച്ചെടുക്കാൻ കഴിയും. മറ്റേത് പച്ചല്ലേ, അപ്പോൾ അത് വെന്ത് വരുമ്പോൾ ചിലപ്പം കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചക്കക്കുരു കായം തേച്ച് പൊരിച്ചത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കാതെ. അങ്ങനെ നമ്മുടെ ചക്കക്കുരു പൊരിച്ചത് ഇവിടെ
ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ കറി ഒന്ന് തൂമിച്ചെടുക്കാം. അങ്ങനെ അതാ നമ്മുടെ നല്ല ടേസ്റ്റായ ചക്കക്കുരു പൊരിച്ചെടുത്തതും അതുപോലെ തന്നെ ചക്കക്കുരു മുളകിട്ടതും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചക്കക്കുരു പൊരിച്ചത് കഴിക്കാൻ. അതുപോലെ തന്നെ ചക്കക്കുരു മുളകിട്ടതൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സംഭവമാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്.